BSc Physics Main Semester 6 Paper 3 Optics. Optics paper Unit 4 starts, Unit 4 dispersion. BSc Physics Main Semester 6 Paper 3 38th lecture. Dispersion. Dispersion of light. What is dispersion of light? ഈ ഡിസ്പേഴ്സ് നിങ്ങൾ ഈ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഈ ഒരു പ്രിസത്തിനകത്ത് കൂടി ലൈറ്റ്, വൈറ്റ് ലൈറ്റ് കടത്തിവിടുമ്പോൾ അത് അതിൻ്റെ കമ്പോണൻ്റായിട്ട് ഭാഗിക്കുക, ഘടകങ്ങളുടെ ഭാഗിക്കുക, അവിടെയാണ് നമ്മൾ ഡിസ്പേഴ്സൺ തുടങ്ങുന്നത്. അതിനെ ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് തുടങ്ങാം. ഡിസ്പേഴ്സൺ, ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, into which the constituent colors when passed through a prism is called dispersion. ഒരു പ്രിസത്തിനകത്ത് കൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ വൈറ്റ് ലൈറ്റ്, ഒരു കോമ്പസിറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ വൈറ്റ് ലൈറ്റ് ആണ്. അനേകം കളേഴ്സ് ഉള്ള ലൈറ്റിനെയാണ് നമ്മൾ കോമ്പസിറ്റ് എന്ന് പറയുന്നത്. കോമ്പസിറ്റ് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, അത് ഒരു പ്രിസത്തിനകത്ത് കടത്തി വിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായിട്ട് രൂപാന്തരപ്പെടും, കമ്പോണൻ്റ് കളേഴ്സ് ആയിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ മാറുന്നതിനെ വിളിക്കുന്ന പറയുക ഡിസ്പേഴ്സ്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇനി അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പറയാം ഇവിടെ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിസ്പേഴ്സൺ ഡ്യൂ ടു ദി വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം വിത്ത് വേവ് ലെങ്ത്. ഒരു മീഡിയത്തിൻ്റെ, ഗ്ലാസ് മീഡിയത്തിൻ്റെ, അതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ, ലൈറ്റ് വേവ് ലെങ്ത് അനുസരിച്ച്, അതിനെയാണ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് of the medium with the wavelength. Dispersion is classified into two, namely normal dispersion and anomalous dispersion. ഡിസ്പേഴ്സനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. ഒന്ന് നോർമൽ, രണ്ടാമത്തെ അനോമലസ്. അപ്പോൾ ആദ്യം പറയുന്നത് വാട്ട് ഈസ് നോർമൽ ഡിസ്പേഴ്സൺ എന്നുള്ള കാര്യമാണ്. നോർമൽ ഡിസ്പേഴ്സൺ, അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോർമൽ ഡിസ്പേഴ്സൺ, വാട്ട് ഈസ് നോർമൽ ഡിസ്പേഴ്സൺ. അപ്പോൾ ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നുണ്ട്, നോർമൽ ഡിസ്പേഴ്സൺ ആൻഡ് അനോമലസ്. രണ്ടും കൂടി ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് നോർമൽ ഡിസ്പേഴ്സൺ, വാട്ട് ഈസ് അനോമലസ് ഡിസ്പേഴ്സൺ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോ നോർമൽ ഡിസ്പേഴ്സൺ, അതിൻ്റെ രണ്ട് ഗ്രാഫ്, ഒരു ഗ്രാഫിൽ രണ്ട് മെറ്റീരിയൽ മീഡിയം, ഒന്ന് ലൈറ്റ് ഫ്ലിൻറ്റ് ഗ്ലാസ്, രണ്ടാമത്തെ ബേറിയം ഫ്ലിൻറ്റ്, ഇവയുടെ രണ്ട് കർവുകൾ വരച്ചിരിക്കുകയാണ്. വൈ ആക്സിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കും ഗ്ലാസിൻ്റെ, ആ മീഡിയത്തിൻ്റെ. എക്സ് ആക്സിൽ വേവ് ലെങ്ത് എടുക്കും. അങ്ങനെ രണ്ട് ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ആ ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്, ഏത് ഗ്രാഫിൽ നിന്നും വ്യക്തമാണ്, ഈ ലാംഡ കൂടിയാൽ, ലൈറ്റ് ലാംഡ കൂടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നതായി കാണാം. ആ ഗ്രാഫിലെ പോയിന്റ് റീഡ് ചെയ്താൽ കാണുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു ഡിസ്പേഴ്സനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഡിസ്പേഴ്സൺ. സോ ഈ നോർമൽ ഡിസ്പേഴ്സൺ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം decrease with the wavelength. In normal dispersion, the refractive index of the medium decrease with the wavelength. The important properties you read as important properties. It is written in short form. You read it in full form. The important properties of normal dispersion are the following. Number 1, n proportional to 1 by lambda. That is, refractive index increases as wavelength increases. ലൈറ്റിൻ്റെ ലാംഡ കൂടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും എന്നുള്ളതാണ് ഈ നോർമൽ ഡിസ്പേഴ്സൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത്, dn by d lambda is greater at a shorter wavelength side. ഈ dn by d lambda എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് വേവ് ലെങ്ത്. അത് സ്ലോപ്പായിട്ട് വരും. ആ സ്ലോപ്പ് വേവ് ലെങ്ത് കൂടുമ്പോൾ ഇത് കുറയും, അല്ലെങ്കിൽ ഇത് കൂടുതലായിരിക്കും. ഈ dn by d lambda കൂടുതലായിരിക്കും എപ്പോൾ? ഷോർട്ടർ വേവ് ലെങ്തിൽ. നമ്മൾ ആ ഗ്രാഫ് നോക്കിയാൽ കാണാം, മുകളിൽ നമ്മൾ സ്ലോപ്പ് കണ്ടാൽ അത് കൂടുതലാണ് ഷോർട്ടർ വേവ് ലെങ്തിൽ. അത് തന്നെ മറ്റൊരു രീതി റിപ്പീറ്റ് ചെയ്യണം. ദ റേറ്റ് of refractive index of the medium, rate of refractive index decreases
വിത്ത് ഇൻക്രീസ് ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടുമ്പോൾ, അതായത് ഹയർ വേവ് ലെങ്ത് സൈഡിൽ ഈ dn/d ലാംഡ കുറവായിരിക്കും എന്ന് പറയുന്നതാണ്. നമ്പർ 3, the normal dispersion is greater for a substance of higher refractive index. കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വസ്തുവിന് ഈ നോർമൽ ഡിസ്പേഴ്സൺ കൂടുതലായിരിക്കും. നോർമൽ ഡിസ്പേഴ്സൺ ഈസ് റെപ്രസെൻറ്റഡ് ബൈ കോഷീസ് ഡിസ്പേഴ്സൺ ഫോർമുല. നോർമൽ ഡിസ്പേഴ്സൺ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കോഷീസ് ഡിസ്പേഴ്സൺ ഫോർമുല ഉപയോഗിച്ചാണ്. അത് എഴുതിക്കുന്ന നോക്കിയ സ്പെല്ലിംഗ് CAUCHY കൗച്ചി എന്നെഴുതും. കോഷീസ് ഡിസ്പേഴ്സൺ ഫോർമുല എന്ന് വായിക്കും നമ്മൾ. അപ്പോൾ ഇനി പറയുന്നതാണ് കോഷീസ് ഡിസ്പേഴ്സൺ ഫോർമുല. Cauchy's dispersion formula. The formula is n square is equal to a plus b by lambda square plus c by lambda raised to 4. That's the equation. N is refractive index, lambda is the wavelength, and a, b, c are constants. This formula is called Cauchy's dispersion formula. This formula indicates that when lambda is higher, n is lower, smaller. There is another important formula for normal dispersion. That is a previous year question or say a previous year question. Hartmann's dispersion formula. This formula is n is n0 plus c by lambda minus lambda 0. N refractive index, lambda wavelength, n0, c and lambda 0 are constants. This is called Hartmann's formula. Now the second dispersion we discuss, that is anomalous dispersion in the absorption band. ഈ അബ്സോർഷൻ ബാൻഡുകൾ കേട്ടുകയാണ്. അബ്സോർഷൻ ലൈൻസ്, അതായത് ചില മാധ്യമത്തിലൂടെ ലൈറ്റ് കടത്തിവിട്ടാൽ ഒരു പ്രത്യേക വേവ് ലെങ്ത് അബ്സോർവ് ചെയ്യും ആ മീഡിയം. പൈഡിൻ, KMnO4 പോലെയുള്ള സബ്സ്റ്റൻസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്തുകൂടി നമ്മൾ ലൈറ്റ് കടത്തിവിട്ടാൽ അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് അബ്സോർവ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രത്തിൽ ഡാർക്ക് ലൈൻസ് കിട്ടും. അതിന് അബ്സോർഷൻ ലൈൻസ്, അബ്സോർഷൻ ബാൻഡ് എന്ന് പറയും. ഇത് നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിയിൽ മോളിക്കുലാർ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അബ്സോർഷൻ റീജിയനിലാണ് ഈ അനോമലസ് ഡിസ്പേഴ്സൺ പ്രകടമാകുന്നത്. അത് ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഇതും ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേവ് ലെങ്ത് ഗ്രാഫാണ്. Y ആക്സിസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും X ആക്സിസിൽ വേവ് ലെങ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു എല്ലാം ഗ്രാഫാണ്. അപ്പോൾ ഇതിവിടെ ഒരു AB ഗ്രാഫുണ്ട്, CD ഗ്രാഫുണ്ട്, EF ഗ്രാഫുണ്ട്. അവയെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ലൈൻസ്, ഫുൾ ലൈൻസ് കൊണ്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ആദ്യ കറവിൽ AB നമ്മൾ C എന്ന് എഴുതിയിട്ടുണ്ട്. C എന്ന് പറഞ്ഞാൽ അത് കോഷീസ് ഇക്വേഷൻ കാണിക്കുന്ന, നോർമൽ ഡിസ്പേഴ്സൺ കാണിക്കുന്ന ഗ്രാഫാണ്. എന്ന് വെച്ചാൽ ഈ പടത്തിൽ 3 ഗ്രാഫ് AB, അതുപോലെ തന്നെ CD, EF എല്ലാം കാണിക്കുന്നത് നോർമൽ ഡിസ്പേഴ്സണാണ്. ലാംഡ കൂടുമ്പോൾ n കുറയുന്ന ഗ്രാഫുകൾ. എന്നാൽ വേറെ 2 ഗ്രാഫ് ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, BC അതുപോലെ D. അവിടെ സംഭവിക്കുന്നത് ലാംഡ കൂടുമ്പോൾ എന്നും കൂടുന്നതായിട്ടാണ്. സഡൻ സർജാണ്, സഡൻ ഇൻക്രീസാണ്. ലാംഡ കൂടിയാൽ പെട്ടെന്ന് n കൂടും. ആ ഡോട്ടഡ് ലൈൻ കാണിക്കുന്ന കർവ്, അതിനെ നമ്മൾ അനോമലസ് ഡിസ്പേഴ്സൺ കർവ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് അനോമലസ് ഡിസ്പേഴ്സൺ നോക്കാം. If measurements of refractive index are extended to infrared region, a marked deviation from Cauchy's equation is observed as one approaches the region of absorption band. അപ്പോൾ നമ്മൾ ഈ ഒബ്സർവേഷൻ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് വരെ അങ്ങോട്ട് തുടർന്നാൽ ഈ അബ്സോർപ്ഷൻ ലൈനിൽ ഒരു പ്രത്യേക ഫിനോമിനൻ നമ്മൾ കാണുകയാണ്. ഈ റിഫ്രാക്റ്റീവിന് സഡനായിട്ട് അബ്സോർപ്ഷൻ ബാൻഡിൽ റൈസ് ചെയ്യുന്ന ഫിനോമിനൻ കാണുകയാണ്. അബ്സോർപ്ഷൻ ലൈൻസ് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് മീഡിയത്തിൻ്റെ അബ്സോർപ്ഷൻ ലൈൻസിലെത്തുമ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലാംഡ കൂടുതൽ ഒപ്പിച്ച് പെട്ടെന്ന് കൂടും. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസസ്. അതാ കൗഷ്യസിൻ്റെ കാര്യം പറയണം ആദ്യം. ഡിക്രീസസ് മോർ റാപ്പിഡ്ലി ദാൻ ദാറ്റ് ഗിവൺ ബൈ കോഷ്യസ് ഇക്വേഷൻ as absorption wavelength is approached, and that is the point, and jumps to a large value
അതാണ് പോയിട്ട് jumps to a large value on the longer wavelength side. That's the important point. This dispersal, the dispersal curve is of the form shown in the figure above. ആ പടത്തിൽ ഡോട്ടഡ് ലൈൻസ് കാണിക്കുന്ന കർവുകളാണത്. In the region of absorption band, the dispersion means dispersion. Dispersion is called anomalous dispersion because within the absorption refractive index increases. അപ്പാരോ കാണിക്കുന്ന ഇൻക്രീസ് ആയിട്ടോ, അത് ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കൊള്ളാം. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. രണ്ട് ഇൻക്രീസിനെ നമ്മളൊരു 6 ഇട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് എക്സ്പാൻഡ് ചെയ്തിരിക്കുള്ളൂ. ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ക്രിസ്റ്റഫ് ഇൻ ദ ഫിഗർ കർവ്സ് എ ബി സി ഡി ഇ എഫ് ഷോ നോർമൽ ഡിസ്പേഷൻ. ഞാൻ പറഞ്ഞതാണ്, ദ കർവ്സ് ബി സി ഡി റെപ്രസെൻറ്റ്സ് അനോമലസ് ഡിസ്പേഷൻ. അവരുടെ ഡോട്ടഡ് കർവുകളാണ്. ആ ഡോട്ടഡ് കർവുകളാണ് അനോമലസ് ഡിസ്പേഷൻ സൂചിപ്പിക്കുന്നത്. ഇനി ഈ അനോമലസ് ഡിസ്പേഷൻ കാണിക്കാനായിട്ട് ഒരു മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അതിന് ഒരു ഫോർമുല ഉണ്ട്. അതിന് സെൽമിയസ് ഫോർമുല എന്ന് പറയും. നമ്മൾ കോഷ്യസ് ഫോർമുല പറഞ്ഞു, ഹാർട്ട്മാൻസ് ഫോർമുല പറഞ്ഞു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് സെൽമിയസ് ഫോർമുല. സെൽമിയർ, SELLMIER', സെൽമിയസ് ഫോർമുല. The anomalous dispersion can be accounted by Selmius formula. That is n square is equal to 1 plus a0 lambda square by lambda square minus lambda 0 square plus a1 lambda square by lambda square minus lambda 1 square. Here n is refractive index, lambda is the wavelength, lambda 0 and lambda 1 are the absorption wavelengths, a0 and a1 are constants. And that is illustrated, that is explained below. You look here where a0 and a1 are constants, lambda 0 and lambda 1 are absorption wavelengths, it is the refractive index and lambda is the wavelength. ഇനി ഒരു കാര്യം പറയുന്നത്, ഈ കോഷ്യസ് ഫോർമുല നോർമൽ ഡിസ്പേഴ്സനാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ സെൽമിയസ് ഫോർമുല കൊണ്ട് നമുക്ക് രണ്ടും, അതായത് നോർമൽ ഡിസ്പേഴ്സണും അതുപോലെ അനോമലസ് ഡിസ്പേഴ്സണും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. കോഷ്യസ് ഡിസ്പേഴ്സൺ ഫോർമുല ഈസ് ആപ്ലിക്കബിൾ ഫോർ നോർമൽ ഡിസ്പേഴ്സൺ whereas സെൽമിയസ് ഫോർമുല എക്സ്പ്ലെയിൻസ് ബോത്ത് നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേഴ്സൺ. അപ്പോൾ സെൽമിയസ് ഫോർമുല കൊണ്ട് നമുക്ക് നോർമൽ ഡിസ്പേഴ്സണും അതുപോലെ അനോമലസ് ഡിസ്പേഴ്സണും പറയാൻ പറ്റും. അപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് give the formula which explains both normal and anomalous dispersion എന്ന് ചോദിച്ചാൽ നിങ്ങൾ സെൽമിയസ് ഫോർമുല പറയണം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഇത്രയും നമ്മൾ പറഞ്ഞതിൽ. ഒരു 4 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്കുണ്ടാകും. അതാണ് ഈ ഡിസ്പേഴ്സൻ്റെ പ്രാധാന്യം. ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്. നമുക്കൊരു 3 ക്ലാസ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു എസ്സേ ഉണ്ട്. ബാക്കിയുള്ള ഷോർട്ട് ആൻസറാണ്. പ്രോബ്ലം പാർട്ട് ഒന്നുമില്ല. ക്വസ്റ്റ്യൻസ് 1. വാട്ട് ഈസ് നോർമൽ ഡിസ്പേഴ്സൺ? ക്വസ്റ്റ്യൻ നമ്പർ 2. ഗീവ് കോഷ്യസ് ഫോർമുല ഫോർ നോർമൽ ഡിസ്പേഴ്സൺ. അപ്പോൾ നോർമൽ ഡിസ്പേഴ്സൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കോഷ്യസ് ഫോർമുല എഴുതണം. കാരണം നോർമൽ ഡിസ്പേഴ്സൻ്റെ മറ്റൊരു ഡെഫിനേഷനാണ്. ഇറ്റ് ഈസ് എ ഡിസ്പേഴ്സൺ ഷോൺ ബൈ കോഷ്യസ് ഫോർമുല. ഇറ്റ് ഈസ് എ ഡിസ്പേഴ്സൺ ഒബേയിങ് കോഷ്യസ് ഫോർമുല എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ കംപ്ലീറ്റ് നോട്ട്സാണ് പറയേണ്ടത്. അപ്പോൾ ഈ 2 ക്വസ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2 രണ്ടിൻ്റെയും ഉത്തരം സെയിമാണ്. നമ്പർ 3. എക്സ്പ്ലെയിൻ ഹാർട്ട്മാൻസ് ഫോർമുല. അത് പറഞ്ഞു. വാട്ട് ഈസ് അനോമലസ് ഡിസ്പേഴ്സൺ? ഗിവ് സെൽമിയസ് ഫോർമുല. ആ സെൽമിയറിൻ്റെ സ്പെല്ലിങ്ങിൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. SELL കേട്ടോ, SEL ഡബിൾ L ആണ്, MIER'. സെൽമിയസ് ഫോർമുല സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ എഴുതിയ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. SELLMIER', സെൽമിയസ് ഫോർമുല. That is solved with your
With your 30th lecture on classical things, we continue the remaining portion in the next class of this chapter. Thank you very much.